ഹലോ, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടോ ഞാൻ കുറെ ആലോചിച്ചു. പക്ഷേ എന്നാലും കുറേ ദിവസം കൊണ്ട് എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മുടെ വിഭജിക്കുകയും മോളും സൂസൈഡ് ചെയ്തത്. അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ വീണ്ടും ഒരു കുട്ടി ആ ഒരു നെറ്റിൽ മാറി കഴിഞ്ഞില്ല നമുക്ക്. അതിനു മുമ്പ് തന്നെ വീണ്ടും ആദില്യ എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടെ മരിച്ചേക്കും. ഈ പെൺകുട്ടികളുടെ അമ്മമാരുടെ ഒക്കെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ വലുതാകുമ്പോഴത്തേക്കും വേഗം എങ്ങനെ കൊണ്ട് കെട്ടിച്ചു വിടണം. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ബാധ്യത ഇതും കഴിഞ്ഞു. പിന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി കണ്ണെടുക്കാം. അതെങ്ങനെയാണ് നിങ്ങൾ ഒരാളുടെ കയ്യിൽ നമ്മളെ പിടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് കണ്ണെടുക്കാൻ പറ്റുന്നത്? ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അമ്മയ്ക്കും അച്ഛനും യാതൊരു ഇതും ഇല്ലേ അവരുടെ കാര്യത്തിൽ? കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവരായിന്നാണോ? ഈ കെട്ടിച്ചു വിടുന്ന ആളെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയും ചക്കിയൊന്നുമല്ലല്ലോ ചൂട് നോക്കാൻ പറ്റില്ല. ശരി, ചക്കിയൊന്നുമല്ല ചൂട് നോക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്ന് ആലോചിക്കാണ്ട് നീ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വാ, നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ. ഇപ്പം ഈ വിഭജിയുടെ ഒരു കേസ് തന്നെ പറയുവാണെങ്കിൽ അതിൽ ഒത്തിരി കമന്റ്സ് കണ്ടിട്ടുണ്ട്. ജോലിയുള്ള കുട്ടിയല്ലേ, അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ, ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം ജീവിച്ച് കാണിക്കാൻ പാടില്ലേ, ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം ജീവിച്ച് കാണിക്കാൻ പറ്റില്ലേ ചോദിക്കുമ്പം നമ്മൾക്ക് പണം മാത്രം പോരാ ജീവിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇമോഷണലി ഒരു സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പം അവർക്ക് വേണ്ടുന്ന ഒരു സപ്പോർട്ട് കൊടുക്കാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞ് വിളിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ ചെറുതേ മുതലേ കേട്ടിരുന്നൊരു കാര്യമാണ് എന്റെ വീട്ടിൽ നിന്ന്. നീ പെണ്ണാണ്, പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം, പെൺകുട്ടികൾ വേറെ വീട്ടിൽ നാളെ കല്യാണം കഴിച്ച് പോകേണ്ടതാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ടാളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അല്ലാണ്ട് പെണ്ണായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇന്നലെ ഞാൻ എന്റെ അനിയത്തിനെ വിളിച്ച് സംസാരിച്ചു നോക്കുമ്പോൾ അവൾ പറഞ്ഞൊരു കോട്ട് ഉണ്ട് കേട്ടോ, അത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി. അതെല്ലാ പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പാർട്ണർ ഇസ് നോട്ട് എ നെസസറി, ഇറ്റ്സ് എ ചോയ്സ്. പാർട്ണർ വേണം, വേണ്ടാന്നല്ല. പക്ഷേ ഇതുപോലെ ക്രൂരമായിട്ടും മൃഗീയമായിട്ടും പീഡിക്കുന്ന ഒരു പാർട്ണറിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോവാ. ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യാണ്ട് നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയുമെന്ന് ചിന്തിക്കാണ്ട് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ നാട്ടുകാർക്ക് ഇപ്പം നിങ്ങൾ ഇറങ്ങി വന്നാലും അവർ പറയും, ഇറങ്ങി വന്നില്ലെങ്കിലും അവർ പറയും. നിങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അയ്യോ കുറച്ചുകൂടി നിങ്ങൾക്ക് പിടിച്ചിരുന്നൂടെ, നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ച് ലൈക്ക് സ്നേഹത്തോടുകൂടി സംസാരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലെന്ന്. മരിച്ചു കഴിഞ്ഞാലും അവർ പറയും പിന്നെ എന്തെങ്കിലും പ്രശ്നം അവർക്ക് നേരത്തെ ഇറങ്ങി വന്നുകൂടായിരുന്നു, അല്ലാണ്ട് മരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് ആണ് നഷ്ടം വരുന്നത്, അല്ലാണ്ട് വേറെ ഒരാൾക്കും നഷ്ടം വരുന്നില്ല. നമുക്ക് തന്നൊരു നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റാണ്ട് നമ്മൾ പോവുകയാണ് ഈ ഭൂമിയിൽ നിന്ന്. അപ്പൊ ഇനി ഇതുപോലൊരു അതുല്യ വിഭജിക്കുകയും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ സൂയിസൈഡ് എന്ന് പറഞ്ഞത് ഒന്നിനൊരു പരിഹാരമല്ല. സോ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ബി ബോൾഡ്. നമ്മൾ സംസാരിക്കുന്നിടത്ത് നമ്മൾ സംസാരിച്ചേ പറ്റൂ. അല്ലാണ്ട് കുടുംബക്കാരും വീട്ടുകാരും പാരന്റ്സും എന്ത് പറയുന്ന വെച്ചിട്ട് നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം. അല്ലാണ്ട് അവർ പറയുന്ന അയ്യോ അവർ പറഞ്ഞ പോലെ കേൾക്കാം അങ്ങനെയൊന്നുമല്ല. നമുക്കുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മൾ പറഞ്ഞു തന്നെ പറ്റൂ. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അല്ലാണ്ട് പിന്നെ അവർ പറഞ്ഞു ഓ ശരി അവർ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ സോ നമുക്ക് യെസ് പറയാം. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ.